ഞാൻ ആദ്യം മുനാഫ് മുതലേ സംസാരിക്കും. പറയുന്നുണ്ട്, ലോറിയും മരവും ഒരു പ്രശ്നമല്ല. ഞാനിപ്പോഴോ MLA ഫോൺ ചെയ്ത് പറഞ്ഞു ആ ലോറി അതിന്റെ താഴെ തന്നെ ഇട്ടേക്ക്, ഒരു പാരിസ്ഥിതിക പ്രശ്നം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ലോറി ഞാൻ നോക്കുക പോലും ചെയ്യില്ല, എനിക്കത് നോക്കേണ്ട ആവശ്യമില്ല. ആ ലോറി എല്ലാം നമ്മള് കൺസേൺ. ഞാൻ ആദ്യം മുതൽ ലോറിമാരൊക്കെ ഇതൊക്കെ നഷ്ടപ്പെട്ടാലും ഞാൻ ഉണ്ടല്ലോ, നയിച്ചുണ്ടാക്കുക. നമുക്ക് നയിച്ചുണ്ടാക്കാൻ കഴിയുന്നല്ല ആശ. അല്ല, നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, ഒന്നും കൊണ്ടിട്ടല്ലേ നമ്മൾ എന്തായാലും വന്നത്. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നതിലെ മെയിൻ ആളെ ഇനി അർജുൻ പണിക്ക് വരുന്ന സമയത്ത് നമ്മളടുത്ത് ഒരു ലോറി 2 ലോറിയാണ് ഉണ്ടായിരുന്നത്. ഈ 2 ലോറിയിൽ നിന്ന് 6 ലോറിയിലേക്കും ഒരുപാട് വളർന്ന് അതിഞ്ഞും വളരും. അതിലൊന്നും ഒരു ഇതുമില്ല. ഇപ്പൊ കച്ചവടം ശ്രദ്ധിക്കാത്തതിനോണ്ട് കച്ചവടമൊക്കെ പോയിക്കുന്നുണ്ടത്. പക്ഷെ എനിക്ക് 100% ഉറപ്പാണ് നമ്മളിതൊക്കെ തരണം ചെയ്യും. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മതി. നമ്മൾ തുനിഞ്ഞ് ഇറങ്ങുക. എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും എന്താ പറഞ്ഞു കഴിഞ്ഞാല് തകരരുത്. ഇങ്ങനത്തെ ഇത്ര വലിയ മല ഇടിഞ്ഞു വന്നു കഴിഞ്ഞാലും എല്ലാരും പറയണേക്കാം, മല ഇടിഞ്ഞു വന്നാലും നമ്മൾ പതറരുത്. ഞാൻ പതറില്ല. ഉച്ചയോടെ നമുക്ക് ഇതിന്റെ സൂചനകൾ കിട്ടിയതാണ്, ഈ അർജുന്റെ ലോറി തന്നെയായിരിക്കുന്നു. അപ്പോൾ പോലും നമ്മൾ പ്രതീക്ഷിച്ചു, അതുകൊണ്ട് വൈകിട്ട് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ അത് നേരിൽ കാണുന്ന ആ ഒരു സമയം, അത് ആ ഒരു വൈകാരിക നിമിഷം, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയാണ്. തീർച്ചയായിട്ടും ഹൃദയം പൊട്ടുന്ന വേദന തന്നെയാണ്. പക്ഷെ ഒരു സന്തോഷം എന്തായാലും തോന്നണില്ല ഈ വിഷയത്തിൽ. സമാധാനം തോന്നുന്നുണ്ട്. അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് അവൻ്റെ ശരീരം എത്തിക്കുക എന്നുള്ളത്, ആ കുട്ടിൻ്റെ അടുത്തേക്ക് ആ കുട്ടിൻ്റെ അച്ഛൻ്റെ ശരീരം എത്തിക്കാന്ന്, ആ ഭാര്യൻ്റെ അടുത്തേക്ക് അവൻ്റെ ഭർത്താവിനെ ആ കുട്ടിൻ്റെ ഭർത്താവിനെ എത്തിക്കുക എന്നുള്ളത്. ശ്രീനാഥ്, ഫോണൊന്ന് മനാഫിന് കൊടുക്കാമോ? അതെ അതെ, ആ കൃഷ്ണ ഞാൻ എപ്പം നോക്കുമ്പോഴോള് ആ സിന്ദൂരം മായ്ക്കാതെ നിൽക്കണ കാണുമ്പോൾ ഓളെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നതാണ്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അതിനൊക്കെ ഉള്ള ഒരു ഉത്തരമായി ആ അമ്മ എന്നും